CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്കുമുള്ള ഒരു ഡൗട്ടാണ് അഥവാ ഒരു സംശയമാണ്. നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നെടുംതൂണായ അഡ്രിയാൻ ലൂണ കളിക്കളത്തിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നതെ കുറിച്ച് ഏതായാലും ഈ ഒരു ചോദ്യത്തിന് നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് നാളത്തെ മത്സരത്തിന് മുമ്പായി നടന്ന പ്രസ് കോൺഫറൻസിൽ ഒരു വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആശാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ കളിക്കുന്ന ഒരു താരമാണ് അഡ്രിയാൻ ലൂണ എന്നത്. ഏതായാലും താരത്തിന് പരിക്ക് പറ്റി പുറത്തു പോയതിനെ തുടർന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് ദിമിത്രിയോസ് ആയിരുന്നു. പക്ഷേ ഏതായാലും താരം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ എത്തിച്ചേർന്നു എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയം നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ കളിക്കളത്തിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നതാണ്. ഏതായാലും ഇന്ന് നടന്ന മത്സരത്തിന് മുമ്പായി നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ഇതിനൊരു വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ആശാൻ പറയുന്നത് ഇപ്രകാരമാണ്: ലൂണ നാളത്തെ മത്സരത്തിൽ കളിക്കുകയില്ല. ISL പോലുള്ള കളികൾ കളിക്കാൻ താരം ഇപ്പോഴും തയ്യാറായിട്ടില്ല അഥവാ റെഡി ആയിട്ടില്ല. 10 ദിവസം മുമ്പ് തന്നെ അഡ്രിയാൻ ലൂണ മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം അഥവാ മെഡിക്കൽ സ്റ്റാഫിനോടൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ലൂണയെ ഇറക്കാൻ ഞങ്ങൾ വളരെ ഉചിതമായ ഒരു സമയം തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക. കൂടാതെ നമ്മൾ ലൂണയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു താരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലൂണയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് നാളത്തെ മത്സരത്തിൽ ലൂണ കളിക്കാൻ ഇറങ്ങുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ആശാൻ മറുപടിയായി നൽകിയിട്ടുള്ളത്. ആശാന്റെ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം നാളത്തെ മത്സരത്തിൽ ലൂണ ഇറങ്ങില്ല എന്നത്. ഏതായാലും പ്ലേ ഓഫിൽ എത്തിയാൽ ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.